ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇതാദ്യമായി നിർണായകമായ പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനത്തിനിടയിലാണ് കരാർ ഒപ്പുവച്ചത്. ശ്രീലങ്കൻ പ്രസിഡന്റായി അനുരകുമാര ദിസ്നായകയെ സെപ്റ്റംബറിൽ ചുമതലയേറ്റ ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ആഗോള രാഷ്ട്ര തലവൻ ശ്രീലങ്കയിൽ എത്തുന്നത്. 2022 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്ന ശ്രീലങ്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചു വരികയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് $4 ബില്യൺ സഹായം അനുവദിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ താൽപര്യങ്ങൾ സമാനമാണെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രവൃത്തിയും ശ്രീലങ്കയുടെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് ദിസ്നായകെ പറഞ്ഞു. ദുരിതകാലത്ത് ഇന്ത്യ നൽകി വന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദിയും അറിയിച്ചു. ബാങ്കോക്കിൽ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് മോദി ശ്രീലങ്കയിൽ എത്തിയത്. ലങ്കയിലെത്തിയ മോദിക്ക് കൊളംബോയിലെ ചരിത്രപ്രധാനമായ സ്വാതന്ത്ര്യ ചത്തുരത്തിന്റെ ആചാരപരമായ വരവേൽപ്പ് നൽകി. അനുരകുമാര ദിസ്നായകെ മോദിയെ സ്വീകരിച്ചു. ഇതാദ്യമായിട്ടാണ് വിദേശ നേതാവിന് ഇത്തരത്തിൽ സ്വീകരണം നൽകുന്നത്. ഒരു വിദേശ രാഷ്ട്ര തലവന് ശ്രീലങ്ക നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ മിത്രി വിഭൂഷണ നൽകി ദിസ്നായകെ മോദിയെ ആദരിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റു ചില കരാറുകളിൽ കൂടി ഒപ്പിട്ടു. ചൈനയുമായുള്ള കടുത്ത മത്സരത്തിനിടെ ശ്രീലങ്കയിൽ ഊർജ്ജ ഹബ്ബ് വികസിപ്പിക്കാൻ ഇന്ത്യയും UAEയും ശ്രീലങ്കയും തമ്മിൽ കരാർ ഒപ്പിട്ടു. ട്രിങ്കോമാലിയെയാണ് ഊർജ്ജ ഹബ്ബായി വികസിപ്പിക്കുന്നത്. ശ്രീലങ്കയുടെ തെക്കൻ തുറമുഖ നഗരമായ ഹമ്പൻതോട്ടയിൽ $32 ബില്യൺ മുടക്കി ചൈനീസ് ഊർജ്ജ സ്ഥാപനം സിനോപെക് എണ്ണ റിഫൈനറി നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടിരിക്കെ ഇന്ത്യയുമായുള്ള ഊർജ്ജ കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. ശ്രീലങ്കയുടെ കിഴക്കൻ മേഖലയ്ക്ക് ബഹുതല സാമ്പത്തിക സഹായം നൽകാനും കരാർ ഒപ്പിട്ടു. സാംബൂർ സൗരോർജ്ജ വൈദ്യുതി പദ്ധതി ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു.